രാജ ആരും കൂണം കേട്ടില്ല. ക്ലാപ്സ് ആയിരുന്നു. നീ വന്നപ്പോൾ കൈയടിയായിരുന്നു. സന്തോഷം. ഒരു പ്രതീക്ഷയായിരുന്നു. കൂലമൊന്നുമില്ല. അലിൻ ജോസ് അങ്ങനെ അഭിനയിച്ച സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നില്ല, പ്രേക്ഷകർ പറയുക അഭിപ്രായങ്ങൾ. ഒരു നല്ലൊരു പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കേട്ടർ വന്നു കണ്ടു. ബാഡ് ബോയ്സ് പടം പോലെ തന്നെ ഗുഡ് ബോയ്സ് ആണ്. റഹ്മാനിക്ക, നമ്മുടെ ഒമറിക്ക എല്ലാവരും താങ്ക്സ് പറയുന്നു. പിന്നെ അബ്രഹാം മാത്യു, സലി അബ്രഹാം എല്ലാവരും താങ്ക്സ് പറയുന്നു. പിന്നെ ബിബിൻ ജോർജ് ചേട്ടൻ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡപ്പനായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഗംഭീര വരവേൽപ്പാണ്. ഓണം വിന്നർ തന്നെയാണ് ബാഡ് ബോയ്സ്, ഒരു സംശയമില്ല. രാജ. ഓക്കെ, താങ്ക് യു. നീ ഒമറിക്ക് ഇപ്പൊ പറഞ്ഞിട്ടില്ല, നീ ഡെയിലി വിളിച്ച് വിളിക്കണമെന്നില്ല, വിളിച്ചു ചോദിച്ചായിരുന്നു. ഇടയ്ക്ക് മറ്റേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പേടിച്ചായിരുന്നു നിന്റെ സീൻ കട്ട് ചെയ്ത് കളയും. ഏഷ്യാറ്റിൽ നിന്ന് ഔട്ടായി ഉണ്ടായിരുന്നു. ഏഷ്യാറ്റിൽ ഞാൻ പോയി പെർഫോം ചെയ്തായിരുന്നു അവാർഡ് നൈറ്റിൽ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പോയി. ഭയങ്കര വിഷമമായി പോയി. പിന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു ഏഷ്യാൻ്റെ. എൻ്റെ മാത്രമല്ല, കുറേ പേരുടെ സീൻസ് എഡിറ്റായി പോയി. ഉല്ലാസ് പണത്തലത്തിൻ്റെ സീൻ മൊത്തം എഡിറ്റ് ചെയ്ത് പോയി. അപ്പോൾ 10 മിനിറ്റ് കാണിച്ചുള്ളായിരുന്നു. 23 മിനിറ്റ് ഉണ്ടായിരുന്നു മൊത്തം. ഇതിലെന്തായാലും 3 മിനിറ്റോളം കാണിക്കുന്നുണ്ട്. നല്ല പോലെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? സന്തോഷം അതിപര അതൊക്കെ മേലെ എന്ന് പറയാം. ഒരു നായകനായിട്ട് അഭിനയിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു വെള്ളെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ആരും കൂണം കേട്ടില്ല. ക്ലാപ്സ് ആയിരുന്നു. നീ വന്നപ്പോൾ കൈയടിയായിരുന്നു. ആ ഒരു സന്തോഷം. ഒരു പ്രതീക്ഷയായിരുന്നു. കൂലമൊന്നുമില്ല. നീ ഫാമിലിയായിട്ടാണോ വന്നത് പടത്തിൽ? അമ്മയായിട്ടാണ് വന്നു. അമ്മ എന്ത് പറഞ്ഞ സിനിമ? ഓണർ വരെ നമ്മളെ കയറ്റാൻ നോക്കിയില്ല. പിന്നെ ഒരു രണ്ടും കൽപ്പിച്ചാണ് തിയേറ്ററിൽ കയറി. നമ്മൾ ഡാൻസ് കളിക്കണം നിർത്തിയല്ലോ. നമ്മളിപ്പോൾ പടത്തിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബാഡ് ബോയ്സിലുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഗുലാം തട്ടുകട എന്നൊരു സിനിമയും പ്രേക്ഷകർ ഏറ്റെടുക്കണം. ഇനി കുറേ പ്രൊജക്ട്സ് കമ്മിറ്റ് ആയിട്ടുണ്ട്. വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ ബിഗ് ബഡ്ജറ്റ് പടത്തിലും അത്യാവശ്യം പേയ്മെൻ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പടം കാണാനുള്ളവരോട് എന്താ പറയാനുള്ളത്? പടം ഇനി ഓണത്തിന് മറ്റേ ആരാധിക ആന്, പിന്നെ അജു വർഗീസ്, മറ്റേ ബാലസാർ എല്ലാവരും തന്നെ അഭിനയിച്ച സിനിമയാണ്. റിവ്യൂവേഴ്സിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതൊക്കെ കണ്ട് ഓർത്തിരിക്കുക. കാരണം റിവ്യൂവേഴ്സിനെ അംഗീകരിക്കുന്നുണ്ട് സിനിമാ ലോകം. അത് റിവ്യൂവേഴ്സിൻ്റെ വിജയമാണിത്. അതേപോലെ നിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മുടെ ബാലസാറിൻ്റെ കൂടെ അല്ലേ? ബാലസാർ ഇപ്പോൾ മറ്റേ റിവ്യൂവേഴ്സിനെ പിടിക്കാനുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് അറിയില്ല കറക്റ്റായിട്ട്. കോമ്പിനേഷൻ ടിനി ടോം ചേട്ടൻ, അൻസൽ, സെന്തിൽ, അങ്ങനത്തെ 3-4 പേരാണ്. അപ്പോൾ അവരോടൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവരോടൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കയറാൻ ഇല്ലെങ്കിലും എനിക്ക് AC റൂം ഉണ്ടായിരുന്നു. AC റൂം ഉണ്ടായിരുന്നു. സെറ്റിൽ കമ്പനിയായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ താരം അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരൊരു അന്തരം കാണിക്കാറ്. പക്ഷെ അതൊന്നും കാണിച്ചില്ല. നല്ല റെസ്പെക്റ്റോടെയാണ് പെരുമാറിയത്. പിന്നെ ട്രാവലിംഗ് ആണെങ്കിൽ ഒമർ സാറിൻ്റെ കാറിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. അത് ഗംഭീരമായിരുന്നു യാത്രകളും. പിന്നെ ഒമർ സാറിൻ്റെ കുഴിമന്തി മേടിച്ച് കഴിക്കുക, പിന്നെ ലാൽമീഡിയയിലെ ഡബ്ബിങ് എല്ലാം എനിക്കൊരു പുതിയൊരു എന്താ പറയുക അത്ഭുത ലോകമാണെന്ന് പറയാം. ഒരു ഇമാജിനറി വേൾഡാണ് സിനിമ. അതിലിപ്പോൾ ചെറിയൊരു രൂപത്തിലെങ്കിലും എത്തപ്പെടാൻ പറ്റിയതിന് ഒമർ സാറിനോടും ഷെലി അബ്രഹാമിനോടും അബ്രഹാം മാത്യുവിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. റൈറ്റർ പേര് വ്യക്തികൾ എനിക്ക് റൈറ്ററിനോടും നന്ദി പറയുന്നു. അങ്ങനെ ക്യാമറമാൻ, അങ്ങനെ കുറേ ആളുകൾ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് നിങ്ങൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ അത്ഭുതമായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാണാൻ ശ്രമിക്കുക. വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മറുപടി പറയുമ്പോൾ തന്നെ ഇപ്പോൾ പുറത്ത് ഇടിയുണ്ടാവുമെന്നറിയില്ല. പേടിയുണ്ട്. പേടിയുണ്ട്. പോട്ടെ. ഓക്കെ.